കുഞ്ഞി കിളിക്കൂട്ടങ്ങൾ കാണാതെ പതുങ്ങിയിരുന്ന ഒരു കപ്ലങ്ങ അങ്ങ് പറിച്ചു. ഞങ്ങൾ കോട്ടയംകാരിതിനെ കപ്ലങ്ങാന്നും ഓമയ്ക്കാന്നും ഒക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. ഇവൻ്റെ ഗുണങ്ങൾ പറയാൻ തുടങ്ങിയ ഈ വീഡിയോ മതിയാവില്ല. ഇത്രയും ഗുണമുള്ള ഇതിനെ നാട്ടിലെങ്ങും ഒരു വിലയില്ല എന്നുള്ളതാണ് സത്യം. ഇടത്തരം പഴുത്ത കപ്ലങ്ങ കറുമുറ കഴിക്കാമെന്ന് കരുതി എടുത്തപ്പോൾ ഇതിത്തിരി ഏറെ പഴുത്തുപോയി. തൊലി ചെത്തി കഴിക്കാനുള്ള പാകം കഴിഞ്ഞു പോയതിനാൽ സ്പൂൺ തന്നെ വേണം. ഇനിയിപ്പോൾ ആരും കാണുന്നില്ലെങ്കിൽ കാർന്ന് തിന്നാം. വേണമെന്ന് വെച്ചാൽ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. ബാക്കി വന്നത് ഒരു ബൗളിലിട്ടു. 2 ടേബിൾ സ്പൂൺ മ്യൂസ്ലിയും, ഇനിയിപ്പോൾ അതല്ല 1 ടേബിൾ സ്പൂൺ കോൺഫ്ലെക്സും 1 ടേബിൾ സ്പൂൺ ഓട്സും കൂടി ഇട്ട് ഒരിത്തിരി എള്ളും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് തേനൂടി ഒഴിച്ചാൽ ഒന്നും പറയാനില്ല. ഇതിൻ്റെ ടേസ്റ്റ് അതൊന്നും വേറെ തന്നെയാണ്. ചിലതങ്ങനെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നാണിത്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. മസ്റ്റ് ട്രൈ ആണ്.